അടുത്ത ഒരു ഡി എൻ എയുടെ ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് പാർട്സ് ഓഫ് ഡി എൻ എ സ്ട്രാൻഡ് ഇസ് ഗിവൻ ബിലോ. അപ്പൊ നമ്മുടെ ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഡയഗ്രാം ബൈ ഡ്രോയിങ് ദ അതർ സ്ട്രാൻഡ്. അപ്പൊ മറ്റേ സ്ട്രാൻഡ് കൂടെ വരച്ചാലാണ് ഡി എൻ എ കംപ്ലീറ്റ് ആവുക അല്ലേ? കാരണം നമുക്കറിയാം ഡി എൻ എ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇനി റൈറ്റ് ഡൗൺ ദ പാർട്സ് റെപ്രസെന്റഡ് ബൈ എക്സ് ആൻഡ് വൈ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എന്നും വൈ എന്നും നിങ്ങൾക്ക് രണ്ട് ആൾക്കാരെ കാണാം അല്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്, ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ആണ്. അപ്പൊ ഡി എൻ എയിലെ ഷുഗർ ആകുമ്പോൾ അത് ഡിയോക്സി റൈബോ ഷുഗർ എന്ന് നമ്മൾ എഴുതണം. ഇനി നമുക്ക് നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പൊ മിസ് ഇവിടെ ആദ്യം തന്നെ രണ്ട് ഷുഗർ മോളിക്യൂൾസിനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലകുത്തനെയാണ് ഷുഗർ മോളിക്യൂൾസ് ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടുന്നാണ് നമ്മളുടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ വരേണ്ടത്. ഇവിടുന്നാണ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ വരേണ്ടത്. ആൻഡ് ഇവിടെ ഈ ഒരു കോണിൽ നിന്നാണ് നമ്മുടെ നൈട്രജൻ ബേസിന്റെ പെയറിംഗ് തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം എഡിനിൻ ആണ്. എഡിനിൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് തൈമിൻ ആയിരിക്കും. ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വിത്ത് ഗ്വാനിൻ ആയിരിക്കും. ഇവിടെ തൈമിൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് വിത്ത് എഡിനിൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എയുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആയി. ഇനി എന്റെ കുട്ടികൾ കമന്റ് ചെയ്യുക, RNA യിൽ മാത്രം കാണുന്ന ഒരു നൈട്രജൻ ബേസ് ഏതാണെന്നുള്ളത്.